കഴുത്ത് മുതൽ അരവരെ ഉള്ള ശരീരഭാഗം ശ്രീവിദ്യാ മന്ത്രത്തിലെ മധ്യകൂടത്തിന്റെ സ്വരൂപമായവളും അരയ്ക്കു താഴെയുള്ള ഭാഗം ശക്തികൂടത്തിന്റെ സ്വരൂപമായവളുമായ ശ്രീ ലളിത മഹാത്രിപുരസുന്ദരിയെ വണങ്ങുന്നു. ഈ ശ്ലോകം ശ്രീവിദ്യയുടെ മന്ത്രവും ദേവിയുടെ ദിവ്യശരീരവും ഒന്നാണെന്ന മഹാരഹസ്യം വെളിപ്പെടുത്തുന്നു. മുൻ ശ്ലോകത്തിൽ ദേവിയുടെ മുഖം വാഗ്ഭവകൂടമാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ കഴുത്ത് മുതൽ അരവരെ ഉള്ള ഭാഗം മധ്യകൂടമാണെന്നും അരയ്ക്കു താഴെയുള്ള ഭാഗം ശക്തികൂടമാണെന്നും പറയുന്നു. ഇതിന്റെ അർത്ഥം ദേവിയുടെ ശരീരം തന്നെ മന്ത്രമയമാണ് എന്നതാണ്. മധ്യകൂടം ഹൃദയഭാഗത്തെയും സ്നേഹത്തെയും കരുണയെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. ശക്തികൂടം സൃഷ്ടിശക്തിയുടെയും ക്രിയാശക്തിയുടെയും കുണ്ഡലിനിശക്തിയുടെയും പ്രതീകമാണ്. ഭക്തൻ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ അക്ഷരങ്ങൾ മാത്രമല്ല ഉച്ചരിക്കുന്നത്, ദേവിയുടെ ദിവ്യശരീരത്തെ തന്നെ ധ്യാനിക്കുകയാണ്. അങ്ങനെ മന്ത്രവും ദേവിയും വേർതിരിക്കാനാകാത്ത ഏകസത്യമായി അനുഭവപ്പെടുന്നു. ഈ ശ്ലോകം പഞ്ചദശാക്ഷരി മന്ത്രയുടെ രണ്ടാം, മൂന്നാം കൂടങ്ങളുടെ നേരിട്ടുള്ള വിവരണമാണ്. മധ്യകൂടം ഹ, സ, ക, ഹ, ല, ഹ്രീം ഇച്ഛാശക്തിയുടെയും കരുണയുടെയും ഹൃദയചൈതന്യത്തിന്റെയും പ്രതീകമാണ്. ശക്തികൂടം സ, ക, ല, ഹ്രീം ക്രിയാശക്തി, കുണ്ഡലിനി, സൃഷ്ടിശക്തി എന്നിവയുടെ പരമപ്രകടനമാണ്. ഈ രണ്ടു കൂടങ്ങളെയും ഏകീകരിക്കുന്ന ജീവശക്തിയാണ് ഹ്രീം ബീജം. അതിനാൽ ദേവിയുടെ ശരീരം മന്ത്രമയവും മന്ത്രം ദേവിയുടെ ചൈതന്യസ്വരൂപവുമാണ്. ഈ ശ്ലോകം ഭക്തനെ മന്ത്രജപത്തിൽ ദേവിയുടെ ദിവ്യരൂപത്തെയും ദേവീധ്യാനത്തിൽ മന്ത്രത്തിന്റെ ജീവശക്തിയെയും ഒരുപോലെ അനുഭവിക്കാൻ ഉപദേശിക്കുന്നു. വാഗ്ഭവകൂടം ദേവിയുടെ മുഖം ജ്ഞാനശക്തി, മധ്യകൂടം ദേവിയുടെ കഴുത്ത് മുതൽ അരവരെ ഇച്ഛാശക്തി, കരുണ, ശക്തികൂടം ദേവിയുടെ അരയ്ക്കു താഴെയുള്ള ഭാഗം ക്രിയാശക്തി, സൃഷ്ടിശക്തി. മൂന്ന് കൂടങ്ങളും ജ്ഞാനം, ഇച്ഛ, ക്രിയ എന്നീ പരാശക്തിയുടെ മൂന്ന് അടിസ്ഥാന പ്രകടനങ്ങൾ. ഈ ശ്ലോകത്തിന്റെ സാരം: ശ്രീവിദ്യാ പഞ്ചദശാക്ഷരി മന്ത്രം വെറും അക്ഷരങ്ങളുടെ കൂട്ടമല്ല, അത് ശ്രീലളിതാംബികയുടെ ദിവ്യശരീരം തന്നെയാണ്. മന്ത്രജപവും ദേവീധ്യാനവും ഒന്നായിത്തീരുമ്പോഴാണ് ശ്രീവിദ്യാസാധനയുടെ യഥാർത്ഥ ഫലം അനുഭവിക്കപ്പെടുന്നത്.